ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ നിക്ഷേപങ്ങളിൽ ഒന്നായ എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും മുകളിൽ ഇരുന്നു കൊണ്ട് ഒരു രാജ്യം പട്ടിണിയിലേക്കും നാശത്തിലേക്കും കൂപ്പുകുത്തുന്നത് എങ്ങനെ എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഇറാൻ. ഷിയ മതമൗലികവാദത്തിന്റെ അവസാന വാക്താവായ അയത്തുള്ള അലി ഖമേനിയുടെ ഭരണത്തിന് കീഴിൽ സാധാരണക്കാരായ ഇറാനികൾ ഇന്ന് അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതമാണ്. ഒരു ചായ കുടിക്കാൻ 82 രൂപയും 1 കിലോ അരിക്ക് 200 രൂപയും നൽകേണ്ടി വരുന്ന ഗതികേടിലേക്ക് ആ രാജ്യം എത്തിയിരിക്കുന്നു. ഇറാന്റെ സാമ്പത്തിക തകർച്ചയുടെ ഏറ്റവും വ്യക്തമായ സൂചന അവിടുത്തെ കറൻസിയായ റിയാലിന്റെ മൂല്യ തകർച്ചയാണ്. ലോകത്തെ ഏറ്റവും മൂല്യം കുറഞ്ഞ കറൻസികളിൽ ഒന്നായി ഇറാൻ റിയാൽ മാറിയിരിക്കുന്നു. ഇന്ന് വെറും ഒരു ഇന്ത്യൻ രൂപ ലഭിക്കണമെങ്കിൽ 468 ഇറാൻ റിയാലുകൾ നൽകണം. നമ്മുടെ 100 രൂപ എന്നാൽ ഇറാനിലെ 46,800 റിയാലാണ്. ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോഴാണ് അവിടുത്തെ സാധന സാമഗ്രികളുടെ വില എത്രത്തോളം ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം ഇറാനിലെ വിലക്കയറ്റ നിരക്ക് 52% വർദ്ധിച്ചത്. അതായത് കഴിഞ്ഞ വർഷം 100 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഒരു വസ്തുവിന് ഇന്ന് 152 രൂപ നൽകണം. ചില ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ ഇത് 72% മുകളിലാണ്. മരുന്നുകളുടെ വില 50% വർദ്ധിച്ചു. ഡോളറിനെതിരെ റിയാലിന്റെ മൂല്യം 14 ലക്ഷം എന്ന റെക്കോർഡ് താഴ്ചയിലേക്ക് എത്തിയതോടെ ഇറാൻ സാമ്പത്തികമായി പൂർണ്ണമായും ഒറ്റപ്പെട്ടു. വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ പോലും ഒരാഴ്ച മുൻപ് പണം അടയ്ക്കാൻ എയർലൈനുകൾ അനുവദിക്കുന്നില്ല. കാരണം അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ കറൻസി മൂല്യം എത്രത്തോളം ഇടിയുമെന്ന് പ്രവചിക്കാൻ ആർക്കും സാധ്യമല്ല. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഇറാൻ ഭരണകൂടം സ്വീകരിച്ച ഏറ്റവും വലിയ അറ്റകൈ പ്രയോഗമായിരുന്നു കറൻസിയിൽ നിന്നും പൂജ്യങ്ങൾ വെട്ടിക്കളയുക എന്നത്. 10,000 റിയാലിനെ ഒരു റിയാലായി മാറ്റുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങൾ അവിടെ നടപ്പിലാക്കി. എന്നാൽ സാമ്പത്തിക അടിത്തറ തകർക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരം ഗിമ്മിക്കുകൾക്ക് കൊണ്ട് കാര്യമില്ലെന്ന് ലോകം കണ്ടു. കയറ്റുമതി വർദ്ധിപ്പിക്കാനോ വ്യവസായങ്ങൾ തുടങ്ങാനോ ടൂറിസം മെച്ചപ്പെടുത്താനോ ഉള്ള നടപടികൾക്ക് പകരം കേവലം കറൻസി മാറ്റത്തിലൂടെ രക്ഷപ്പെടാമെന്ന പുരോഹിത ഭരണകൂടത്തിന്റെ വ്യാമോഹം തകർന്നു. ഇന്നത്തെ ഇറാനിലെ അവസ്ഥ ആഫ്രിക്കൻ രാജ്യങ്ങളായ സുഡാനിലെയോ സൊമാലിയയിലെയോ അവസ്ഥയ്ക്ക് സമാനമാണ്. പണം ഒന്നിനും തികയാത്ത അവസ്ഥ വന്നതോടെ വ്യാപാരികൾ കൂട്ടത്തോടെ കടകൾ അടച്ചുപൂട്ടുകയാണ്. വിദേശ നാണയ വിനിമയത്തിന് പലരും റിയാലിന് പകരം ഡോളറിനെ ആശ്രയിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. ഇറാന്റെ സാമ്പത്തിക തകർച്ച ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് അവിടുത്തെ കുട്ടികളെയും സ്ത്രീകളെയുമാണ്. യൂണിസെഫ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇറാന്റെ മൊത്തം ജനസംഖ്യയുടെ പകുതിയോളം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 16% പേർ കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നു. 8 ലക്ഷത്തോളം കുട്ടികൾക്ക് മതിയായ പ്രോട്ടീൻ ലഭിക്കുന്നില്ല. 11% കുട്ടികൾ പ്രായത്തിനനുസരിച്ചുള്ള ഭാരമില്ലാത്തവരാണ്. പട്ടിണിയും മരുന്നിന്റെ അഭാവവും കാരണം ഓരോ മാസവും 100-ലധികം കുട്ടികൾ മരിക്കുന്നുവെന്നത് ലജ്ജിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. മരുന്നുകളുടെ വില വർദ്ധിച്ചതോടെ സാധാരണക്കാർക്ക് ചികിത്സ എന്നത് അപ്രാപ്യമായ ഒന്നായി മാറി. ജീവിതം വഴിമുട്ടുമ്പോൾ ജനങ്ങൾ തെരുവിൽ ഇറങ്ങുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം ഈ സമരങ്ങളെ നേരിടുന്നത് വെടിയുണ്ടകൾ കൊണ്ടാണ്. 2024 ഡിസംബർ 27 മുതൽ ഇറാനിലെ നഗരങ്ങൾ കലുഷിതമാണ്. 2022 ഹിജാബ് കൃത്യമായി ധരിച്ചില്ലെന്ന് ആരോപിച്ച് മതകാരി പോലീസ് കൊലപ്പെടുത്തിയ മഹ്സ അമീനിയുടെ മരണം ഇറാനെ പിടിച്ചുലച്ചിരുന്നു. അന്ന് 500ഓളം പേർ സൈനിക നടപടികളിൽ കൊല്ലപ്പെട്ടു. ഇന്ധനവില വർധനവിനെതിരെ നടന്ന സമരത്തിൽ 1500ഓളം പേരെയാണ് ഭരണകൂടം വെടിവെച്ചു കൊന്നത്. വ്യാപാരികൾ തുടങ്ങിയ സമരം ഇന്ന് യുവാക്കൾ ഏറ്റെടുത്തിരിക്കുകയാണ്. മുല്ലമാർ ഇറാൻ വിട്ടുപോകണം എന്ന മുദ്രാവാക്യമാണ് ഇന്ന് ടെഹ്റാൻ തെരുവുകളിൽ മുഴങ്ങുന്നത്. ലൊറസ്താൻ പ്രവിശ്യയിലെ അസ്ന നഗരത്തിൽ നടന്ന പ്രതിഷേധത്തിന് നേരെ സൈന്യം വെടിയുതിർത്തതോടെ 10ഓളം പേർ കൊല്ലപ്പെട്ടു. മുൻപത്തെ സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ജനം അയത്തുള്ള ഖമേനിയുടെ ചിത്രങ്ങൾ പരസ്യമായി കത്തിക്കുകയും പഴയ പഹ്ലവി രാജവംശത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ജാവിദ് ഷാ എന്ന വിളികൾ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആദ്യമായാണ് ഇത്രയും ശക്തമായി മുഴങ്ങുന്നത്. പുറമെ സദാചാര മൂല്യങ്ങൾ പ്രസംഗിക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിലും ഇറാന്റെ ഉള്ളറകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. സാമ്പത്തിക തകർച്ച ജനങ്ങളെ അനാവശ്യമായ വഴികളിലേക്ക് തള്ളിവിടുന്നു. കടുത്ത ദാരിദ്ര്യം കാരണം പല കുടുംബങ്ങളും പെൺകുട്ടികളെ വിദേശ രാജ്യങ്ങളിലേക്ക് കടത്താൻ നിർബന്ധിതരാകുന്നു. പാകിസ്ഥാൻ, തുർക്കി, UAE എന്നിവിടങ്ങളിലേക്ക് ഇറാനിയൻ കുട്ടികൾ ലൈംഗിക വ്യാപാരത്തിനായി കടത്തപ്പെടുന്നുണ്ട്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് വധശിക്ഷ നൽകുന്ന അപൂർവ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. ബാലവേലയും കുട്ടി കുറ്റവാളികളുടെ എണ്ണവും രാജ്യത്ത് കുതിച്ചുയരുകയാണ്. എണ്ണ സമ്പത്ത് കൊണ്ട് ലോകത്തെ തന്നെ നയിക്കേണ്ട ഒരു രാജ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ തകർന്നത്? ഇതിന്റെ ഉത്തരം ഇറാന്റെ വിദേശ നയത്തിലാണ്. സ്വന്തം ജനത പട്ടിണി കിടക്കുമ്പോഴും ഇറാനിലെ മത നേതൃത്വം ശതകോടിക്കണക്കിന് ഡോളറാണ് മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ചെലവഴിക്കുന്നത്. ലെബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഗാസയിലെ ഹമാസ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയുള്ള ഫണ്ടിംഗ് ആണ് ഇറാന്റെ ഖജനാവ് ചോർത്തുന്നത്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ആണവ സമ്പുഷ്ടീകരണ പദ്ധതികൾക്കായി രാജ്യം ഭീമമായ തുക ചെലവഴിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ സൈനിക ചെലവഴിക്കുന്ന രാജ്യങ്ങളിൽ 14ാം സ്ഥാനത്താണ് ഇറാൻ. ജനക്ഷേമത്തെക്കാൾ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനും അയൽ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നതിനുമാണ് അവർ മുൻഗണന നൽകുന്നത്. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ.
180 രാജ്യങ്ങളുടെ പട്ടികയിൽ 150-ാം സ്ഥാനത്താണിവർ. ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള പുരോഹിതന്മാരും ഉന്നത ഉദ്യോഗസ്ഥരും രാജ്യത്തിന്റെ സമ്പത്ത് വിദേശ ബാങ്കുകളിലേക്ക് കടത്തുന്നു. ബൊണയാടുകൾ എന്നറിയപ്പെടുന്ന നികുതി നൽകാത്ത ഫൗണ്ടേഷനുകൾ വഴിയാണ് ഈ തട്ടിപ്പുകൾ നടക്കുന്നത്. തങ്ങളുടെ പരാജയം മറച്ചുവെക്കാൻ ഭരണകൂടം സ്ഥിരമായി അമേരിക്കയും ഇസ്രയേലിനെയും കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഇപ്പോഴത്തെ സമരങ്ങൾ പോലും മൊസാദ് സ്പോൺസർ ചെയ്യുന്നതാണെന്ന് പതിവ് പല്ലവിയാണ് അവർ പാടുന്നത്. എന്നാൽ ആയുധങ്ങൾക്ക് മതമൗലികവാദത്തിന് വേണ്ടി സ്വന്തം ജനതയെ പട്ടിണിക്കിടുന്ന ഒരു ഭരണകൂടത്തിന് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ചരിത്രം തെളിയിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരിച്ചെത്തിയത് ഇറാന് വലിയ പ്രഹരമായിരിക്കുകയാണ്. ഇറാനെതിരെ പരമാവധി സമ്മർദ്ദ ഉപരോധം നടപ്പിലാക്കിയ ട്രംപ് ഇറാന്റെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും തടയാനുള്ള നീക്കത്തിലാണ്. 2024 ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ കൂടി ആയതോടെ ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ തകർന്നു. സാമ്പത്തിക ഉദാരീകരണത്തിന് തയ്യാറാവാതെ അടഞ്ഞൊരു സമ്പദ് വ്യവസ്ഥയുമായി മുന്നോട്ട് പോകുന്ന ഇറാൻ വരും നാളുകളിൽ കൂടുതൽ വലിയ ജനകീയ വിപ്ലവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇസ്ലാമിക നിയമങ്ങളുടെ പേരിൽ ജനങ്ങളെ അടിച്ചമർത്തുന്ന ഭരണകൂടത്തിന് പകരം ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്കായി ദാഹിക്കുന്ന യുവാക്കളാണ് ഇറാന്റെ ഇന്നത്തെ മുഖം. ഇറാൻ ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു മുന്നറിയിപ്പാണ്. മതവും രാഷ്ട്രീയവും കലരുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തെക്കാൾ പ്രാധാന്യം മതശാസനങ്ങൾക്ക് നൽകുമ്പോൾ ഒരു രാജ്യം എങ്ങനെ തകർന്നടിയുമെന്നതിന്റെ സാക്ഷ്യപത്രമാണിത്. സ്വന്തം മണ്ണിലെ എണ്ണയും വാതകവും വിറ്റ് പണം കൊണ്ട് അയൽരാജ്യങ്ങളിൽ തീവ്രവാദം വളർത്താൻ ശ്രമിച്ച ഭരണകൂടം ഇന്ന് സ്വന്തം ജനതയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. പട്ടിണി സഹിക്കാനാവാതെ തെരുവിലിറങ്ങുന്ന ഓരോ ഇറാനിയനും ആവശ്യപ്പെടുന്നത് ഒരു പുതിയ പുലരിയാണ്. അന്ധമായ മതവിശ്വാസം കൊണ്ടോ വെടിയുണ്ടകൾ കൊണ്ടോ വിശക്കുന്ന വയറിനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ലെന്ന് ഇറാൻ തിരിച്ചറിയുന്നു. ലോകമെമ്പാടുമുള്ള ഇസ്ലാമിസ്റ്റുകൾ ഒരു മാതൃക രാജ്യമായി വാഴ്ത്തിയിരുന്ന ഇറാൻ ഇന്ന് പട്ടിണിയുടെയും പ്രതിഷേധത്തിന്റെയും പര്യായമായി മാറിയിരിക്കുകയാണ്. മുല്ലമാർ ഇറാൻ വിട്ടുപോകണമെന്ന മുദ്രാവാക്യം കേവലം ഒരു സമരവാക്യമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ മോചനത്തിനായുള്ള നിലവിളിയാണ്.